ആവശ്യംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പുതിയൊരാഴ്ച നാളെ വീണ്ടും യേശുവിന്റെ കിരുസയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിന്റെ രീതികൾ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. 7 രീതികളെ കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചു. മാണിച്ചേട്ടൻ നമ്മളെ അതിനെ സഹായിച്ചു. കഴിഞ്ഞു പോയ ആഴ്ചകൾ എന്തൊക്കെയായിരുന്നു നടന്നത് എന്ന്, അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മളൊന്ന് റിവിഷൻ ചെയ്യാൻ ഷീച്ചാട് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചു. സ്വാഗതം ചെയ്ത ഷീച്ചാടിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് യേശുവിന്റെ യേശുവിന്റെ പ്രഘോഷണം, കിരുസോ എന്ന് പറയുന്ന പ്രഘോഷണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പ്രവർത്തന പദ്ധതിയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അത് ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്കറിയാവുന്നത് പോലെ ഇപ്പൊ ഈ ദിവസം ഇവിടെ ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പാലക്കാട്, അതുപോലെ വയനാട്, ഇവിടെയൊക്കെ മറ്റിടങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോൾ ഓരോ പാർട്ടിയും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ ചെയ്യാൻ പോകുന്ന വരുന്ന 5 വർഷത്തേക്കാണ് അവർക്ക് ഭരണം കിട്ടുന്നതെങ്കിൽ 5 വർഷം കൊണ്ട് അവർ നടത്താൻ പോകുന്ന വികസന പദ്ധതികളെ കുറിച്ചുള്ള ഒരു ലേഖനം ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ അവർ പറയാറുണ്ട്. അല്ലെങ്കിൽ ഓരോ ഗവൺമെന്റും പഞ്ചവത്സര പദ്ധതികൾ 5 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചുള്ള വലിയൊരു രൂപരേഖ തയ്യാറാക്കി മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ മനുഷ്യാവതാരം എടുത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ഇവിടെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചപ്പോൾ തന്റെ പരിസ്ഥിതി കാലത്ത് 3 വർഷക്കാലം താൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അത് നാം കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം 18-19 വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അവിടെ പറയുന്ന കാര്യം എന്താണ്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ ഈ പരിസ്ഥിതിയും തുടങ്ങുന്ന സമയത്ത് തന്നെ സിനഗോഗിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ യെശയ്യാ പ്രവാചന പുസ്തകം ഈശോയ്ക്ക് വായിക്കാനായിട്ട് കൊടുക്കപ്പെടുകയാണ്. അത് തുറന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇത് തന്നെയാണ്. ആ പുസ്തകം അടച്ചു വെച്ചിട്ട് ഈശോ അവിടെ ഇരുന്നു. എന്നിട്ട് ഈശോ അതിനെക്കുറിച്ച് പറയുകയാണ് വീണ്ടും. അവിടെ യേശുവിന്റെ പ്രവർത്തന പദ്ധതിയായിട്ട് 5 കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. വരുന്ന 3 വർഷക്കാലം താൻ ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, സ്വർഗരാജ്യം, സ്വർഗത്തിന്റെ അനുഭവം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്യാൻ പോകുന്ന സ്വർഗത്തിന്റെ പദ്ധതികളെ കുറിച്ച് പിതാവായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടി അയച്ചോ, എന്ത് ചെയ്യാൻ വേണ്ടി അയച്ചോ, അത് എന്താണെന്ന്, പിതാവ് എന്താണോ വിഭാവന ചെയ്യുന്നത് മനുഷ്യരെ കുറിച്ച്, മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ പർദീസായിൽ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഏദൻ തോട്ടത്തിൽ ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണോ താൻ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ട് അവിടെ നിന്ന് അവരോട് പറയുകയാണ്. അതിലൊന്നാമത്തെ കാര്യം ഇതായിരുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ബന്ധിതർക്ക് മോചനം. മൂന്നാമത്തെ കാര്യം അന്ധർക്ക് കാഴ്ച. നാലാമത്തേത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അഞ്ചാമത്തേത് കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഈ 5 കാര്യങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ട് ഈശോനാഥൻ അവിടെ കേട്ടിരുന്നവരുടെ മുമ്പിൽ കൃത്യമായിട്ട് അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം ഇതാണെന്ന് നമുക്കറിയാം, ദരിദ്രരോട് സുവിശേഷം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നാം സുവിശേഷ ഭാഗ്യങ്ങളുടെ ക്ലാസ്സിൽ കണ്ടതാണ്, ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്നാൽ ദൈവരാജ്യം അവരുടേതാണ് എന്ന്. അപ്പോൾ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നവർക്കാണ് സുവിശേഷം നൽകപ്പെടുക, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുക എന്ന് ഈശോ വീണ്ടും പറഞ്ഞു വയ്ക്കാണ്. അത് ഭൗതികവും ആന്തരികവുമായ എല്ലാ തലങ്ങളിലും, അത് ചിലപ്പോൾ ധനം, അറിവ്, കഴിവ്, ആരോഗ്യം, സൗഖ്യം, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള പാപാവസ്ഥ, അല്ലെങ്കിൽ അതൊക്കെ ഇതിലൊക്കെ നമ്മൾ മുഴുകി ജീവിച്ചു പോകുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ധനം നമ്മൾ കീഴടക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോടൊക്കെ കടന്നു പോകുമ്പോഴും
പറയുകയാണ്, ഈശോ പറയാണ്, പിതാവായ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ ചെയ്യണം. അങ്ങനെ ദാരിദ്ര്യ ആരൂപിയിൽ ജീവിക്കുന്നവർക്കാണ് സുവിശേഷം നൽകപ്പെടുക, യേശുവിലൂടെ രക്ഷ നൽകപ്പെടുക, യേശുവിലൂടെ നൽകപ്പെടുന്ന രക്ഷ അനുഭവിക്കാൻ, അല്ലെങ്കിൽ രക്ഷകനെ കണ്ടുമുട്ടാനാവുക എന്ന് ഈശോ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണ് ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയാണ്, ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നുമില്ല, എല്ലാം ദൈവമാണ് എന്ന തിരിച്ചറിവ്. ആരോ അവിടുത്തെ ബോർഡ് നമ്മുടെ ഇതിനകത്ത് സൂമിലുള്ള ക്ലിപ്പ് ബോർഡ് ഓൺ ചെയ്ത് ആരോ വരച്ചിട്ടുണ്ട്. അതിന്റെ ആണ് കേട്ടോ. അങ്ങനെ കഴിയുമ്പോൾ ഇതിനകത്ത് കുറെ പാടുകൾ വരും. അപ്പൊ നമുക്ക് സ്ക്രീനിലുള്ള വായിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നുമില്ല, എല്ലാം ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ്. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒന്നുമല്ല. കാരണം പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്, സുവിശേഷം അനുഭവിക്കാൻ പറ്റാതെ, രക്ഷ അനുഭവിക്കാൻ പറ്റാതെ പോയ ഇസ്രായേൽ ജനത്തിലെ ഒരു വിഭാഗത്തെ നാം കാണുന്നുണ്ട്. സദുക്കായരും ഫരിസേയരും നിയമജ്ഞരും അടങ്ങുന്ന അവരൊക്കെ, ഞങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്, അവർ നിയമത്തിന്റെ കെട്ടുപാടുകൾക്കുള്ളിൽ പെട്ടുപോയി. ഞങ്ങൾ നിയമം അനുഷ്ഠിക്കുന്നവരാണ്, ദശാംശം കൊടുക്കുന്നവരാണ്, കൃത്യമായിട്ട് ജീവിക്കുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ്, ആരാധിക്കുന്നവർ എന്തൊക്കെയുള്ള ഞാൻ എന്നുള്ള ഒരു ഭാവത്തിൽ ജീവിച്ചവർക്ക് സുവിശേഷം ലഭിക്കാതെ പോകുന്ന കാണുന്നുണ്ട്. എന്നാൽ ഒന്നുമല്ല, ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുന്ന ഓരോ ജനത്തിനും യേശുവിനെ കണ്ടുമുട്ടാൻ, അല്ലെങ്കിൽ രക്ഷകനെ കണ്ടുമുട്ടാനും ആ രക്ഷയെ സ്വന്തമാക്കാനും സാധിക്കുന്നത് നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് ദൈവപിതാക്കളുടെ പരിപൂർണമായ ആശ്രയത്വം. ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നുമില്ല, എല്ലാം ദൈവമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആശ്രയിക്കാനാവുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാനാവുക. അതുപോലെ തന്നെ എല്ലാം ദൈവത്തിന് ദാനമാണ് എന്നുള്ള ബോധം. എന്റെ കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തിനു കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തിനു കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ അറിവ് കൊണ്ടോ, അല്ലെ സമ്പത്ത് കൊണ്ടോ ഒന്നും അല്ല. ഇത് ദൈവത്തിന്റെ മഹാദാനമാണ്, അവിടുത്തെ കൃപയാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കാണ് സുവിശേഷം നൽകപ്പെടുക, രക്ഷയുടെ അനുഭവം, അല്ലെങ്കിൽ രക്ഷനെ കണ്ടുമുട്ടാനാവുക എന്ന് ഈശോ പറയുക. വീണ്ടും പറയുന്നു, രക്ഷ സൗജന്യ ദാനമാണ്, വില കൊടുത്ത് വാങ്ങാനാവില്ല. സൗജന്യ ദാനമായിട്ട് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് ഒരുക്കിയ രക്ഷ സൗജന്യമാണ്. യേശുവിന്റെ കുരിശുമരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷ സൗജന്യ ദാനമായിട്ട് ലോകത്തിലെ സകലർക്കും, ഇന്ന് വരെയും ഇനി നാളെ ആരൊക്കെയുണ്ടോ, അവസാന നിമിഷം വരെ ആരൊക്കെ ജനിക്കാൻ പോകുന്ന അവർക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ ജീവിക്കാനാവുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദരിദ്രർക്ക് മാത്രമേ രക്ഷ സ്വന്തമാക്കാനാവൂ. അങ്ങനെയാണ് ദരിദ്രരോട് സുവിശേഷം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈശോ കൂടുതലായിട്ട് വിവരിച്ച് പറയുന്നത്. എന്ന് പറയുമ്പോൾ ദൈവ പരിപാലനയിൽ പൂർണ്ണമായിട്ടുള്ള ആശ്രയം. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. പലപ്പോഴും നമ്മളെല്ലാവരും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ നമ്മുടെ ചിലപ്പോൾ ഭവനമാകാം, മക്കളുടെ വിദ്യാഭ്യാസമാകാം, മക്കളുടെ ഭാവിയിലെ വിവാഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അവരുടെ ജോലി മേഖലകളെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ രോഗപീഠകളെ കുറിച്ചായിരിക്കും, ഒക്കെ അങ്ങനെ നമ്മൾ നാളെ അതെല്ലാം ശരിയാക്കാനും അതെല്ലാം ക്രമീകരിക്കാനുമായിട്ട് ഓടി നടക്കുന്നവരാ. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്നുള്ള നമ്മളെ ജൈവം ഏൽപ്പിച്ച അതാണ്. അവിടെ രാജ്യവും അവിടെ നീതിയും അന്വേഷിക്കുമ്പോൾ അത് വെച്ചാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത്. നാളെക്കുറിച്ച് ആകലപ്പെടാതെ ജീവിക്കാനാകുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കും, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ മുഴുവനും അത് ദൈവ പരിപാലനയെ കുറിച്ചാണ് അവിടെ നമ്മളോട് പറയുന്നത്. മാർക്കോസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നാം അവിടെ കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഒരു പൂർണ്ണമായ ആശ്രയം. കർത്താവെ, അങ്ങേക്ക് മാത്രമേ, ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, അങ്ങേക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ കഴിയൂ. നമുക്കറിയാം കുഷ്ഠരോഗികളുടെ അവസ്ഥ എന്താണെന്നും അവർ സമൂഹത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന എന്താണെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ നല്ല നല്ല സമ്പത്തിലോ അല്ലെങ്കിൽ നല്ല ജോലി മേഖലയിലോ അല്ലെങ്കിൽ നല്ല സ്ഥാനത്തിലോ ഒക്കെ ഇരുന്ന വ്യക്തികളായിരിക്കാം. കുഷ്ഠരോഗം പിടിപെട്ടു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും അകറ്റപ്പെട്ടു, സമൂഹത്തിൽ വരാൻ പറ്റാതെയായി, ഗുഹകളിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ താമസിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ വഴിയിൽ ഇറങ്ങി നടക്കുമ്പോൾ മണിയടിച്ച് ഇങ്ങനെ ഞാനൊരു കുഷ്ഠരോഗി വരുന്നുണ്ടെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയ വ്യക്തികളാണ്. ഒത്തിരിയേറെ മാനസികമായിട്ടും എല്ലാം തകർക്കപ്പെട്ട, ശരീരമായിട്ടും മാനസികമായിട്ടും ആന്തരികമായിട്ടും തകർക്കപ്പെട്ട വ്യക്തികളാണ് ഓരോ കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. ആ വ്യക്തികൾക്ക് സൗഖ്യം നൽകുമ്പോൾ ക്രിസ്തു പറയുകയാണ്, നീയും ഈ സമൂഹത്തിൽ ഒരുവനാണ്, ദൈവത്തിന്റെ മകനും മകളുമാണ് നീ.
ആ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുമ്പോൾ ഈശോ താൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്ന് ആ രക്ഷ സാധ്യമാക്കുന്ന രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അവിടെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ കുഷ്ഠരോഗി സൗഖ്യപ്പെടുകയും ആ ദൈവപരമാനിൽ ആശ്രയിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ രക്ഷകനെ കണ്ടുമുട്ടാനാവുകയും ആ രക്ഷകന്റെ രക്ഷ അവന്റെ ജീവിതത്തിൽ രക്ഷയായിട്ട് തീരുന്നതും നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5:12 മത്തായിയുടെ സുവിശേഷം 8:1 നാം ഈ കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തില് നാം അവിടെ ശതാധിപനെ കാണുന്നുണ്ട്. അവിടെ ശതാധിപൻ ഈശോയോട് പ്രതിവചിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. അവിടെ വലിയ ആശ്രയം, ദൈവാശ്രയമാണ് കാണുന്നത്. നീ എന്റെ ഭവനത്തിൽ വരാൻ പോലുള്ള യോഗ്യത, ദൈവമേ അല്ലെങ്കിൽ രക്ഷക, നീ എന്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, അത്ര മതി. നീ എന്റെ ഭവനത്തിൽ വരണമെന്നൊന്നുമില്ല. ആ വചനത്തിന് അത്രയേറെ ശക്തിയുണ്ട്. അത്രയേറെ ആ വചനത്തിൽ പോലും, വചനമായ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ആ രക്ഷകനിൽ ആശ്രയിക്കുന്ന ഒരു ശതാധിപന്, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ഡിഗ്നിറ്റിയും കാര്യങ്ങളും ഒക്കെയുള്ള ശതാധിപനായ ഒരു വ്യക്തി പറയുകയാണ്, റോമ പട്ടാളത്തിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ശതാധിപൻ പറയാണ്, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു അത്രയേറെ ആശ്രയം ഉള്ള ഒരു വ്യക്തി. അപ്പോൾ ദൈവാശ്രയം, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിക്കുമാണ് ആ രക്ഷകനെ കണ്ടുമുട്ടാനാവുക, ജീവിതത്തിൽ രക്ഷ കണ്ടെത്താനാവുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7:1 യോഹന്നാന്റെ സുവിശേഷം 4:46 നാം വീണ്ടും അത് കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണാം, ആട്ടിടയറെ രക്ഷകനെ കണ്ടുമുട്ടുന്ന നാം കാണുന്നുണ്ട്. സമൂഹത്തില് ഞങ്ങൾ ഒന്നുമല്ല, എല്ലാവരിലേക്കായും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന, ആടുകളെ പരിപാലിച്ച്, ആടുകളെ നോക്കി അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് ശുശ്രൂഷകൾ ചെയ്ത് ജീവിക്കുന്ന ആട്ടിടയർ, സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ആട്ടിടയർ എന്ന് പറയുന്നത്. അവരുടെ അടുത്തേക്ക് ദൈവത്തിന്റെ മാലാഖ ചെന്നുകൊണ്ട് പറയാണ്, രക്ഷകൻ ഇതാ നിങ്ങൾക്കായി പറഞ്ഞ കർത്താവായ ക്രിസ്തു ഇതാ ബേത്ലഹേമിൽ പിറന്നിരിക്കും, നിങ്ങൾ പോയി കാണുക എന്നുള്ളത്. അവർ രക്ഷകനെ കാണുകയും ആ രക്ഷയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതും ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലൊക്കെ നാം കാണുന്നുണ്ട്. ഇവിടെ ശിമയോനെ അന്യായം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ അവിടെ ശിമയോൻ പറയുന്നുണ്ട്, ദൈവമേ, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കുക, അങ്ങ് ഒരുക്കിയ രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞു. തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് എളിമപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ശിമയോനും അന്യായിക്കും ആ രക്ഷകനെ കണ്ടുമുട്ടാനാവുകയും ആ രക്ഷ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കുന്നത് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിധവയുടെ സമർപ്പണം, ഒന്നുമില്ല, തനിക്ക് ഉള്ളതെല്ലാം തന്റെ ഉപജീവനത്തിലെ വക കൂടി അവൾ സമർപ്പിച്ചു എന്നാണ് ഈശോ അവിടെ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ നൽകുന്ന, തനിക്കുള്ളതെല്ലാം നൽകി കഴിഞ്ഞാൽ പിന്നെ ദൈവമല്ലാതെ വേറെ ഒന്നുമില്ല ആശ്രയിക്കാനായിട്ട്. മുന്നോട്ട് നടക്കണമെങ്കിൽ ദൈവാശ്രയം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ വിധയും രക്ഷയെ അനുഭവിക്കുന്നത് നാം കാണുന്നു. വീണ്ടും ധൂർത്തപുത്രനെ, ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ധൂർത്തപുത്രനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ ധൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തി പിന്നീട് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തിയ വ്യക്തികൾക്കും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം അതാണ്. ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും. എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ദൈവം ഒത്തിരിയേറെ സമ്പത്തും സൗഭാഗ്യങ്ങളും എന്റെ ജീവിതത്തിൽ നൽകിയതാണ്. പക്ഷെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു അവസരം ഉണ്ടായി. അവിടെ വെച്ചാണ് എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് തിരിച്ചറിയാൻ, അവിടുത്തെ പരിപാലനെ കുറിച്ച് തിരിച്ചറിയാൻ ഒരു ബോധ്യം കർത്താവ് ഒരു ധ്യാനത്തിലൂടെ നൽകിയത്. അപ്പോൾ ധൂർത്തപുത്രൻ അത് കണ്ട് മനസ്സിലാക്കി ആ പൂർണ്ണമായിട്ട് തന്റെ പിതാവിൽ ആശ്രയിച്ച് പിതാവിനോട് ഏറ്റുപറയാണ്, പിതാവേ, അങ്ങല്ലാതെ ഇനി എനിക്ക് ഒന്നുമില്ല. അവിടെ അവൻ ആ രക്ഷയുടെ അനുഭവം, പഴയ അനുഭവത്തിലേക്ക്, ആ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നു. സഖ്യവോസിന്റെ ജീവിതത്തിലും എല്ലാം പകർന്നു കൊടുക്കുക, എല്ലാം വിട്ടുകൊടുക്കുക, 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? ആ രക്ഷയെ അനുഭവിച്ച ആ അനുഭവത്തിൽ എല്ലാം തിരികെ കൊടുത്ത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് പിന്നീട് ആശ്രയിക്കാൻ ഒന്നുമില്ല, സമ്പത്തിലെ ആശ്രയിച്ച് ജീവിച്ച് അതിൽ നിന്ന് വിട്ട് സമ്പത്തായിട്ട് ദാരിദ്ര്യത്തിലേക്ക് കിടക്കുകയാണ്. ആ ദൈവപരിപാലനം ആശ്രയിക്കുന്ന ദാരിദ്ര്യാരൂപിലേക്ക് കടന്നു പോകുന്ന സഖ്യവൂസിനെ നാം ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന എന്റെ ഒരു ജീവിതത്തില് എന്റെ 4ാമത്തെ മകൾ ഉണ്ടായ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് പിത്തസഞ്ചിയില്, 7ാമത്തെ കുഞ്ഞിന്റെ ഗർഭിണിയാണ്, 4ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിത്തസഞ്ചിയിൽ കല്ല് വന്നു. ആ ദിവസങ്ങളിൽ തന്നെ വന്നു. അപ്പൊ കുഞ്ഞിനും പാല് കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള വിഷമവും വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ആശുപത്രികളിൽ കയറി ഇറങ്ങി. എല്ലായിടത്തും 50,000 വേണം, 60,000 വേണം, 70,000 വേണം, എങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഒരു രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കണ്ടു നോക്കാം എന്ന് പറയിച്ചും പോകുന്ന സമയത്ത് ഒരു രൂപയില്ല പൈസ കയ്യിൽ.
ദൈവാശ്രയത്തിൽ മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കാൻ വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്റെ ഒരു സുഹൃത്ത് നവീൻ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിന് ATM കാർഡ് എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറയാണ്, കൂട്ടുകാരാ ഇതിനകത്ത് 1 രൂപ പോലും ഇല്ല, 10-200 രൂപ എന്തോ ഉണ്ട്, 1 രൂപ എന്ന് വെച്ചാൽ 10-200 രൂപ എന്തോ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്ന് നീ നിന്റെ ആവശ്യമായ പൈസയ്ക്ക് വേണ്ടി സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായിക്കോളും, ദൈവം തരും, ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവം, ഇന്നോളം നമ്മളെ വഴി നടത്തിയ ദൈവം തരും എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിട്ടു. ഞാൻ അങ്ങനെ ഇവിടുന്ന് ഞാനും എന്റെ ഭാര്യയും എന്റെ അമ്മയും കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ വെച്ച് 5000-ന് മുകളിൽ 5400 എന്തോ സ്കാനിങ്ങിനായി, 1200 രൂപയോ 1270 രൂപയോ എന്തോ പൈസ അന്ന് ബ്ലഡ് ടെസ്റ്റിനായി. ഞാൻ സ്വൈപ്പ് ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് ആ പൈസ ആ ATM കാർഡ് വഴി ദൈവം പകർന്നു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആ മകന് ദൈവത്തിലുണ്ടായിരുന്ന ആശ്രയം, അത് എന്റെ ദൈവാശ്രയബോധത്തെയും വളർത്തുന്ന ആ രക്ഷയുടെ അനുഭവം, ആ നിമിഷം അനുഭവിച്ച ഒരു അനുഭവം കൊണ്ട്, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ രക്ഷയുടെ അനുഭവം എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ എല്ലാവരും അനുഭവിച്ച ഒരു നിമിഷമായിരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് യേശു ആ ദൈവാശ്രയബോധം, അല്ലെങ്കിൽ ഈശോ പറയുന്ന ഇതെല്ലാം ഈശോ പ്രതീകാത്മകമായി ചെയ്യുക മാത്രമല്ല, കുരിശിൽ അത് പൂർണ്ണമായിട്ടും മനുഷ്യർക്ക് പകർന്നു നൽകുക കൂടി ചെയ്തു. അതിന്റെ കുരിശ് പുനരുദ്ധാന മോചനത്തിലൂടെ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുക കൂടി ചെയ്തു. രണ്ടാമത്തെ കാര്യമാണ് ബന്ധിതർക്ക് മോചനം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള ബന്ധത്തിൽ നിന്നുള്ള പരിപൂർണമായ ആന്തരിക ഭൗതികമായ മോചനമാണ് ബന്ധിതർക്ക് മോചനം എന്ന് പറയുമ്പോൾ. റോമക്കാർക്ക് എഴുതിയ 7:24 പൗലോസ് നമ്മളോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. വലിയ ബന്ധനത്തിലാണ് നമ്മളൊക്കെ എന്നുള്ളത് നാം പാവാവസ്ഥയുടെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ക്രിസ്തു ചെയ്തൊരു കാര്യം, ക്രിസ്തു പറയുകയാണ്, ഞാൻ ഈ 3 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ ബന്ധിതർക്കും മോചനം നൽകാൻ പോവുകയാണ് എന്ന് ക്രിസ്തു പറയാണ്. അത് പ്രതീകാത്മകമായി ക്രിസ്തു ചെയ്യുകയും കുരിശിൽ അത് പരിപൂർണമാക്കി തീർക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പുത്രൻ, യോഹന്നാന്റെ സുവിശേഷം 8:36 പറയാണ്, അതുകൊണ്ട് പുത്രൻ നിങ്ങൾ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നമ്മള് ഭൗതികമായിട്ടുള്ളതല്ല, ആന്തരികമായ സ്വാതന്ത്ര്യം നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവായ പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ടുള്ളത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകണമെങ്കിൽ പുത്രനായ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കണം. യേശുവിനുള്ള വെളിപ്പെട്ട സത്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതിലൂടെയാണ് നമ്മുടെ ആന്തരികമായ ഭയം, സ്വാർത്ഥത, വിദ്വേഷം, ഭിന്നത, അസൂയ, അഹങ്കാരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ബന്ധനങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം വിട്ടുമാറണമെങ്കിൽ യേശു നൽകിയ രക്ഷകനെ സ്വന്തമാക്കണം. എങ്കിൽ മാത്രമാണ് പൂർണ്ണമായ മോചനം, ആ ബന്ധനത്തിൽ നിന്ന്, ഭയത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ മോചനം നൽകുമെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. അത് പിന്നീട് ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത്, പ്രതീകാത്മകമായിട്ട് അത് ചെയ്യുന്നതും കുരിശിൽ പൂർത്തിയാക്കുന്നതും നാം കാണുന്നുണ്ട്. സാത്താന്റെ അടിമത്തിൽ പോയ മനുഷ്യർ അതിന്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശുവിന്റെ ജനത്തിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് പറയുന്ന കാര്യം എന്താണ്? അവന് യേശു എന്ന് പേരിടണം, കാരണം അവന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുന്നേ പറഞ്ഞു വെക്കുകയാണ്. ഗലാത്യ 1:4 നാം വായിക്കുന്നു, പൗലോസ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. ഈശോ തന്റെ കുരിശുമരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞു എന്ന് നാം കാണുന്നുണ്ട്. അത് വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. നാം മർക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായം 5-ും 11 വാക്യത്തിലൊക്കെ തളർവാദ രോഗിയെ കാണുന്നുണ്ട്. അവിടെ പറയാണ്, അവരുടെ വിശ്വാസം കൊണ്ട് 4 പേർ ചേർന്ന ഒരു തളർവാദ രോഗിയെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുത്തേക്ക് ഇറക്കുന്നത്, തിക്കും തിരക്കും കാരണം യേശുവിന്റെ അടുത്തേക്ക് ഇറക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ പറയാണ്, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവന് പൂർണ്ണമായിട്ടുള്ള ആ ബന്ധനത്തിൽ നിന്നും, അവനെ ബന്ധിച്ചിട്ടിരിക്കുന്ന തളർവാദം എന്ന ആ വലിയ പിടിയിൽ നിന്നും അവനെ വിമോചിപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അവന്റെ ഭൗതികമായ തലത്തിലും ആന്തരികമായ തലത്തിലും മാനസികമായ തലത്തിലൊക്കെ സമ്പൂർണമായ വിമോചനം നൽകുന്നത് നാം അവിടെ കാണും. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം 1-ലും ലൂക്കാ 5:17 നാം ഈ തളർവാദ രോഗിയെ വീണ്ടും കാണുന്നുണ്ട്. അടുത്ത ബേത്സദയിലെ രോഗശാന്തിയാണ്. യേശു അവിടെ പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 5:8 പറയുന്നു, യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക.
ബെത്സദ കുളക്കടവിൽ 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട് രക്ഷയില്ലാതെ കിടന്ന ആ മകൻ തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ അവിടെ യേശുവിൽ നിന്നും രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കും. രക്ഷകനെ കണ്ടുമുട്ടുന്ന അവനിലേക്ക് രക്ഷ പകർന്നു പോകുന്നതും ഈശോ അവന്റെ ജീവിതത്തിൽ രക്ഷ പകർന്നു കൊടുക്കുന്നതും നാം അവിടെ കാണുന്നുണ്ട്. വീണ്ടും മർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 20 വാക്യങ്ങളില് അവിടെ നാം ഒരു ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മകനെ കണ്ടുമുട്ടുന്നുണ്ട്. ബന്ധനത്തിലായിരിക്കുന്ന, ചങ്ങലകളാൽ ബന്ധിച്ചിട്ട് പോലും ബന്ധിക്കപ്പെടാതെ അശുദ്ധാത്മാവിനാൽ കെട്ടപ്പെട്ട് അവനാൽ ബന്ധിക്കപ്പെട്ടു പോയ ഒരു മകനെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്ക് നിന്ന് അവർക്കെതിരെ വന്നു. അവിടെ ഈശോ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അശുദ്ധാത്മാവിൽ പോകാന്ന് പറയുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് അവൻ അശുദ്ധാത്മാവിനെ തള്ളിയിട്ടിട്ട് പോകുന്ന സമയത്ത് അവിടെ പറയുന്ന കാര്യം ഇതാണ്, കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി, അവൻ സ്വതന്ത്രനായി. അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ 2000-ഓളം പേരുണ്ടെന്ന് അശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പന്നിക്കൂട്ടത്തിലേക്ക് പോയി അവർ കിട്ടാൻ നോക്കുക, മലയോടെ ഓടിപ്പോയി വെള്ളത്തിൽ മുങ്ങി ചത്തു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ സ്വതന്ത്രനായി, അവൻ എല്ലാ വിധത്തിലും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട്, എല്ലാ വിധത്തിലും ബന്ധത്തിലായി, എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരാലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി. അങ്ങനെ വലിയ ബന്ധനത്തിലായി പോയ ആ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ക്രിസ്തു, അവൻ രക്ഷകനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ആ രക്ഷ കടന്നു വരുന്നത് അവിടെ അവന്റെ ജീവിതത്തിൽ സമ്പൂർണമായ മോചനം ലഭിക്കുന്നത് നാം കാണും. പിന്നീട് അവൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 18 വർഷമായി ഒരു ദുരാത്മാവ് ബാധിച്ചിട്ട് കൂനിപ്പോയ ഒരു അമ്മയെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയാണ്, 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പായ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വച്ചു, തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. 18 വർഷമായിട്ട് കുനിഞ്ഞു പോയ ഒരു വ്യക്തി, കൂന് ബാധിച്ച് നിവർന്ന് നടക്കാൻ പറ്റാതെ പോയ ഒരു പ്രായം ചെന്ന അമ്മയെ സുഖപ്പെടുത്തുന്ന യേശുവിനെ അവിടെ കാണുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ അത് ഒരു അനുഭവിക്കാത്ത രക്ഷ ക്രിസ്തു പകർന്നു കൊടുക്കുകയാണ്. രക്ഷകനായ ക്രിസ്തു താൻ എന്താണോ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിൽ ചെയ്യാൻ വന്നത്, ആ പദ്ധതി, ബന്ധിതർക്ക് മോചനം എന്ന് പറഞ്ഞത്, അത് പ്രതീകാത്മകമായിട്ട് ആ സുവിശേഷങ്ങളോട് കടന്നു പോകുമ്പോൾ നാം ഇങ്ങനെ ഒരു അനേകരുടെ ജീവിതത്തിൽ ചെയ്തു വെക്കുന്നത് നാം കാണുന്നുണ്ട്. കുരിശിൽ അത് പൂർണ്ണമാക്കുകയാണ് ക്രിസ്തു പിന്നീട് ചെയ്യുന്നത്. അടുത്തതാണ് അന്തർക്ക് കാഴ്ച. മൂന്നാമത്തെ കാര്യമാണ് അന്തർക്ക് കാഴ്ച എന്ന് പറയുമ്പോൾ ഭൗതികവും ആന്തരികവുമായ തലത്തിൽ കാഴ്ച നൽകുക എന്നുള്ളത് കൂടി അതിനകത്ത് അർത്ഥമാക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും കൃത്യതയുമാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മൾക്കൊക്കെ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും കൃത്യതയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെ ജീവിച്ച ഒരു ജനസമൂഹമായിരുന്നു ഇസ്രായേൽ ജനസമൂഹത്തിൽ, ആ ലോകത്തിലെ ജനതയൊക്കെ. അവരുടെ ഇടയിലേക്ക് കടന്നുകൊണ്ട് ഈശോ പറയണം, അന്തർക്ക് കാഴ്ച നൽകാൻ പറയുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് കൃത്യമായ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് വ്യക്തതയും കൃത്യതയും പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തു ചെയ്ത കാര്യം. അതിനുള്ള ജീവിതത്തിൽ അത് ക്രിസ്തു പ്രതീകാത്മകമായി ചെയ്യുന്നതും അത് കുരിശിൽ പൂർണ്ണമായിട്ട് നൽകുന്നു. നാം അവസാന നിമിഷം കാണുന്നുണ്ട്, തന്റെ തിരുവിലാവിൽ കുത്തിയ വ്യക്തിയുടെ കണ്ണ് പോലും തുറന്നു കൊടുത്തതിന് അവന്റെ ജീവിതത്തിൽ ഭൗതികവും ആന്തരികവുമായ കാഴ്ച നൽകുന്നു കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനോടെ ജീവിക്കുന്നു. പലപ്പോഴും നമുക്കൊന്നും അല്ലെങ്കിൽ ആർക്കും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നാം എവിടെ നിന്ന് വന്നു. അന്നും ആരും ചിന്തിക്കാറില്ല പലപ്പോഴും. എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്തിനൂടെ ജീവിക്കുന്നത്, എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, എങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയിലൂടെയാണ് പലപ്പോഴും. അല്ലെങ്കിൽ എന്തിനോട് ജീവിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ലക്ഷ്യം മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും. അല്ലെങ്കിൽ കുറെ സമ്പത്ത് വാരിക്കൂട്ടുക എന്നൊക്കെയാണ് പലപ്പോഴും. എന്നാൽ പറയട്ടവരെ, നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനോട് ജീവിക്കുന്നു എന്നുള്ള ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന ജനതയ്ക്ക് അന്തർക്ക് കാഴ്ച നൽകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തു ചെയ്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ദൈവത്തെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും തിന്മയെയും കുറിച്ചുള്ള തിരിച്ചറിവ്, പൂർണ്ണമായിട്ടുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളത്. ദൈവം ആരാണ്, പിതാവായ ദൈവം ആരാണ്, അവിടുത്തെ സ്നേഹം എന്താണ്, അവർ നൽകുന്ന രക്ഷ എന്താണ്, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്, മനുഷ്യന്റെ രക്ഷ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. അതുപോലെ പ്രപഞ്ചത്തെ കുറിച്ച്, ഓരോ മനുഷ്യനും എന്താണ്, മനുഷ്യന്റെ ധർമ്മം എന്താണ്, മനുഷ്യൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ക്രിസ്തു കൃത്യമായിട്ട് ഒരു അവബോധം അവർക്ക് പകർന്നു കൊടുക്കുക. അതുപോലെ തിന്മയെക്കുറിച്ച്, സാത്താനെയും തിന്മയെക്കുറിച്ചുമുള്ള
ഒരു തിരിച്ചറിവ് അവർക്ക് പകർന്നു കൊടുക്കുന്നു. അല്ലെങ്കിൽ അതാണ് അന്തർക്ക് കാഴ്ച കൊടുക്കുക എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം. മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തില് നാം കാണുന്നു, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. സമരക്കാരെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഒരു ജനതയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. അവർ ഇരുട്ടിൽ ജീവിക്കുന്ന പോലത്തെ ജീവിതമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ താഴ്ത്തപ്പെട്ട് താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു ജനതയുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുകയാണ്, മരണത്തിന്റെ നിഴലിലും അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചവർക്കായി ഒരു ദീപ്തി, രക്ഷ അവരുടെ ജീവിതത്തിൽ കടന്നു ചെന്നു എന്ന് വചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തില് നാം അവിടെ കാണുന്നുണ്ട്, യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു അന്ധന് കാഴ്ച നൽകുന്ന രംഗമാണ് അവിടെ. കർത്താവേ, എനിക്ക് കാഴ്ച വേണമെന്ന് യാചിക്കുന്ന, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ അന്ധന്റെ ജീവിതത്തിലേക്ക് അവനെ ബന്ധിച്ചിട്ടിരുന്ന ആ അന്ധതയുടെ ബന്ധനത്തെ അഴിച്ചു മാറ്റിക്കൊണ്ട് അവന്റെ ജീവിതത്തിൽ ആന്തരികവും ഭൗതികവുമായ കാഴ്ച നൽകിക്കൊണ്ട് ഈശോ അവന്റെ ജീവിതത്തിൽ രക്ഷ പകർന്നു കൊടുക്കുകയാണ്. ആ രക്ഷകനെ കാണാനുള്ള ഒരു അനുഭവം അന്ധത അവന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റുകയാണ്. അങ്ങനെ അവൻ രക്ഷകനെ കാണുകയും ആ രക്ഷകന്റെ എന്നിലൂടെ പകർന്നു നൽകിയ ആ രക്ഷ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തു. മത്തായി സുവിശേഷം 20:29 മർക്കോസ് 10:46 നാം അന്ധനെ കണ്ടുമുട്ടുന്നുണ്ട്. ഇങ്ങനെ ആത്മീയ അന്ധത ബാധിച്ച വ്യക്തികൾ യോഹന്നാൻ സുവിശേഷം 9:35 നാം കാണുന്നുണ്ട്. ആത്മീയ അന്ധത മാറ്റുക എന്നുള്ളതാണ് വെച്ചാൽ എല്ലാ തരത്തിലും പല വിധത്തിലും ആത്മീയ അന്ധതയിലൂടെ കടന്നുപോയ വ്യക്തികളായിരുന്നു യഹൂദ ജനത എന്ന് പറയുന്നത്. തങ്ങൾ നിയമമെല്ലാം അനുഷ്ഠിക്കുന്നവരാണ്, തങ്ങൾ സമൂഹത്തിൽ ഉയർന്ന വ്യക്തികളാണ്, ഞങ്ങൾ വലിയ ദൈവാരാധന ചെയ്യുന്നവരാണ്, ദൈവത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നവരാണ് എന്നുള്ള വിധത്തിലുള്ള പല വിധത്തിലുള്ള അതിന്റെ അഹങ്കാരം കൊണ്ടുള്ള അന്ധതയും പല വിധത്തിലുള്ള അന്ധതയിലൂടെ ജീവിച്ച വ്യക്തികളാണ്. അവർക്ക് അവരുടെ ആത്മീയ അന്ധത മാറ്റുക, ശരിയായ കാഴ്ച പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു യേശു ചെയ്തൊരു കാര്യം. അത് ശിഷ്യത്തിന്റെ വില തിരിച്ചറിയാതെ 14:25 നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ വില തിരിച്ചറിയാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യന്റെ വില തിരിച്ചറിയാൻ വേണ്ടിയുള്ള ആ ഒരു ഉൾക്കാഴ്ച അവർക്ക് പകർന്നു കൊടുക്കുക. കാണാതായ ആടിൽ ലൂക്കായുടെ സുവിശേഷം 15:1 മത്തായി 18:12 നാം കാണാതായ ആടിന്റെ ഉപമ നമ്മൾ ഈശോ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ കാണാതെ ആട് എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റി വഴി തെറ്റിപ്പോയ ഒരു കുഞ്ഞാടിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിന് ശരിയായ പാത കാണിച്ചു കൊടുക്കുന്ന ഒരു ഇടയൻ ആ ആടിനെ രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന, അതിനെ തേടി കണ്ടുപിടിച്ച് അവനെയും ആലയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന, ആ സ്വർഗരാജ്യമാകുന്ന ആലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ രക്ഷയുടെ അനുഭവത്തിലൂടെ അവനെ കൊണ്ടുവരുന്ന ആ രക്ഷകന്റെ ആ അനുഭവത്തെ കുറിച്ചാണ് കാണാതായ ആടിന്റെ ഉപമയിലൂടെ ക്രിസ്തു വരച്ചു കാട്ടുന്നതും പറഞ്ഞു വെക്കുന്നതുമായ കാര്യങ്ങൾ. നിക്കോദോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് യോഹന്നാൻ 3:4 നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ രക്ഷ സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ ശരിയായ അറിവ് വേണം. അവിടെ ഈ അറിവിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്, വലിയ അറിവുള്ള പണ്ഡിതനൊക്കെയാണ്, പക്ഷെ ശരിയായ അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ ക്രിസ്തു ആ വ്യക്തിയെ ശരിയായ അറിവിലൂടെ നയിക്കുന്നതും അവന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നോക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈശോ പറയുന്നു യോഹന്നാൻ 8:29 ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത്. ഈശോ പല പ്രാവശ്യം പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം, അതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് എന്റെ ഭക്ഷണം എന്നൊക്കെ. അത് നിറവേറ്റുമ്പോൾ, അത് ചെയ്യുമ്പോൾ ഈശോ പറയാണ്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതാണ് എന്റെ ലക്ഷ്യം, അത് ആ ലക്ഷ്യം നിറവേറ്റാനായിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പിന്നെ നല്ല ഇടയനെ കുറിച്ച് കാണുമ്പോഴും അത് നമ്മൾ കാണുന്നുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും പകർന്നു കൊടുക്കുന്നതാണ്. അത് പറയുക മാത്രമല്ല, പല രീതിയിലും ഈശോ അത് പ്രതീകാത്മകമായി ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തില് സൗഖ്യം നൽകുമ്പോഴും, കുഷ്ഠരോഗി സൗഖ്യപ്പെടുത്തുമ്പോഴും, അന്ധനെ കാഴ്ച നൽകുമ്പോഴും, സാത്താന്റെ അടിമത്തിൽ പെടുന്ന അതിൽ നിന്ന് സാത്താന്റെ അടിമത്തിൽ വിമോചിപ്പിക്കുമ്പോഴും, പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം നൽകുമ്പോഴും, ജായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഒക്കെ ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ലക്ഷ്യബോധം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ആ ലക്ഷ്യബോധം ഉണ്ടാകുക മാത്രമല്ല, പ്രതീകാത്മകമായിട്ട് പല അത്ഭുതങ്ങളുടെ അടയാളങ്ങളിലൂടെ ഈശോ അത് പറഞ്ഞു ചെയ്യുകയും ഭൂമിയിലൂടെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുമ്പോഴും അത് കുരിശിൽ ഈശോ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കുന്നത് നാം കാണുന്നുണ്ട്. 4-ാമത്തെ കാര്യമാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത്. എല്ലാ വിധത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും സമ്പൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്ത കാര്യം. താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഈശോ പറയാണ്, എല്ലാവർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. അത് ഈശോ പ്രതീകാത്മകമായിട്ട് ചെയ്യുകയും ചെയ്തു, അത് കുരിശിൽ പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും വിമോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കൂടെയായിരുന്നു ക്രിസ്തു ആദ്യം മുതൽ നടന്നത്. നമുക്കറിയാം, ആട്ടിടയരുടെ യേശു ഏറ്റവും ആദ്യം കൂട്ടികൂടി എന്ന് പറയാൻ പറ്റുന്ന ഒരു ജനത അവരാണ്, ആട്ടിടയരായിരുന്നു.
യേശുവിനെ കാണാൻ അവർ വന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗികള്, ആരുമില്ലാത്ത പാപിനികളായ ചുങ്കക്കാര്, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ കൂടെയായിരുന്നു ഈശോ കൂടുതലും നടന്നതും കൂടുതലായിട്ട് പ്രവർത്തിച്ചതും മുഴുവനും. അങ്ങനെ അവരുടെ കൂടെ നടന്ന് അവരെ വിമോചിപ്പിക്കുന്നത്, അടിച്ചമർത്തപ്പെട്ട അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം പകർന്നു കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. എല്ലാ മനുഷ്യരും അനന്ത സാധ്യതയുള്ളവരും അന്തസ്സുള്ളവരുമാണ്. എല്ലാവരും തുല്യരാണെന്ന ബോധബോധത്തിന്റെ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം. അതായിരുന്നു ക്രിസ്തു ചെയ്തൊരു കാര്യം. എല്ലാ മനുഷ്യരും അനന്ത സാധ്യതയുള്ളവരാണ്. ആരും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ആരും സമൂഹത്തിൽ കുറഞ്ഞവരല്ല. എല്ലാവർക്കും അവരുടേതായ അന്തസ്സും ഡിഗ്നിറ്റിയും എല്ലാം ഉണ്ട്. എല്ലാവരും തുല്യരാണ്. പിതാവായ ദൈവത്തിന്റെ മക്കളായ എല്ലാവരും തുല്യരാണെന്ന അവബോധത്തിലൂടെ സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാവരെയും ക്രിസ്തു കൊണ്ടുവന്നു. ക്രിസ്തു അത് ക്രൂശിൽ പൂർത്തിയാക്കുകയും ചെയ്തു. മനുഷ്യന്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന പാപത്തിന്റെയും അടിമത്തത്തിന്റെയുമായ വ്യവസ്ഥിതികളെ പൂർണ്ണമായിട്ടും ക്രിസ്തു തകർത്ത് കളഞ്ഞു. അത് പല വിധത്തിൽ പ്രതീകാത്മകമായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയും ഒക്കെ ക്രിസ്തു പ്രവർത്തിക്കുന്ന പാപിനിയായ സ്ത്രീ, അവളെ കല്ലെറിയാൻ കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ അവളുടെ ജീവിതത്തിൽ അവളെ രക്ഷപ്പെടുത്തുന്നത് നാം കാണുന്നു. അങ്ങനെ അതിനെല്ലാം തകർത്ത് അതോടൊപ്പം കുരിശിൽ അത് പൂർണ്ണമായിട്ടും സകല അടിമത്തങ്ങളിൽ നിന്നും ഈശോ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നാം കാണുന്നുണ്ട്. പിന്നെ ലൂക്കായുടെ സുവിശേഷം 17:15 നാം 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടുന്നുണ്ട്. അവൾ ഒരുവൻ താൻ രോഗമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നവിടെ നമ്മൾ വായിക്കുന്നു. 10 പേർക്ക് സൗഖ്യം നൽകി. അതുവരെ അധികൃതരായിരുന്ന, സമൂഹത്തിൽ മാറ്റപ്പെട്ടിരുന്ന അവരുടെ ജീവിതത്തിലെ രക്ഷകടവർ, അവർക്ക് സമൂഹത്തിൽ ഇടങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അത് ഒരുവൻ തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയുന്നതും ആ രക്ഷ അവന്റെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതും നാം കാണുന്നുണ്ട്. വീണ്ടും ലൂക്കാസ് 19:21 അവിടെ 19:21 നാം 10 നാണയത്തിന്റെ ഉപമ കാണുന്നുണ്ട്. അവിടെ ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ഒരു അധികാരം സ്വീകരിക്കാൻ പോകുന്ന വ്യക്തി തന്റെ ഭൃത്യന്മാർക്ക് 10 പേർക്ക് 10 നാണയം കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഒരുവൻ 10 സമ്പാദിച്ചു, വേറവൻ 5 സമ്പാദിച്ചു, വേറവൻ അതെല്ലാം കുഴിച്ചു മൂടി വെച്ചു. എന്നിട്ട് അവൻ തിരിച്ചു കൊടുത്തിട്ട് അവൻ പറയാ, നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന്. അവൻ ഭയത്തിന്റെ അടിമയായിരുന്നു. അവൻ പേടിച്ചരണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനെയും ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം. അവന്റെ ജീവിതത്തിലേക്കും ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും, അല്ലെ അങ്ങനെയുള്ള ഭയത്തിന് അടിമപ്പെട്ടു പോയ ഓരോ ജനത്തെയും ഓരോ മക്കളെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിക്കൊണ്ടിരുവാനായിട്ട് ക്രിസ്തു ആ സുവിശേഷവുമായിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ കടന്നു ചെല്ലുന്നത് നാം കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 4:42 നാം സമരിയക്കാരി കാണുന്നുണ്ട്. സമരിയക്കാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയാണ്. അവൾ യേശുവിനെ കണ്ടുമുട്ടി, അവൾ ആ രക്ഷ അനുഭവിച്ചപ്പോൾ തന്റെ ജനതയുടെ അല്ലെങ്കിൽ ഗ്രാമത്തിൽ ഓടിച്ചെല്ലുകയും അവരോട് സുവിശേഷം പറയുകയും അവർ യേശുവിനെ വന്ന് കാണുകയും യേശു അവരുടെ ഇടയിൽ ചെന്ന് താമസിക്കുകയും ചെയ്തു. എന്നിട്ട് അവളോട് പറയാണ്, അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രമിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ രോഗരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ആ രക്ഷ അനുഭവിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു കൊടുക്കുക. അപ്പൊ അവരുടെ ജീവിതം അടിച്ചമർത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവരുടെ അവസ്ഥയിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടുവരുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. വീണ്ടും ലൂക്കാസ് സുവിശേഷം 7:48 പാവനിയ സ്ത്രീ നമ്മൾ കണ്ടു. അവളോട് പറയാം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അവളുടെ പാപങ്ങൾ ക്ഷമിച്ച യേശു, അത് സക്കേവൂസും വലിയ അടിമത്തത്തിലായിരുന്നു. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് സക്കേവൂസിനെയും പാവനിയ സ്ത്രീയൊക്കെ രക്ഷിക്കുന്ന ക്രിസ്തുവിനെ, ആ രക്ഷ അനുഭവമാക്കി കൊടുക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. അങ്ങനെ ആ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ നയിക്കുന്ന ക്രിസ്തു. 5-ാമത്തെ കാര്യമാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നത്. എന്ന് പറയുമ്പോൾ അടിമത്തമല്ല പുത്രത്വമാണ് ക്രിസ്തു എല്ലാവർക്കും പകർന്നു നൽകുന്നത്. സാത്താൻ എല്ലാവരും അടിമപ്പെടുത്തിയപ്പോൾ ക്രിസ്തു തന്റെ രക്ഷയിലൂടെ എല്ലാവരെയും പുത്രത്വത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവന്നു. എന്ന് പറയുമ്പോൾ ദൈവിക ഭരണം ഈ ഭൂമിയിൽ വരുന്ന സമയത്തിലേക്ക് ക്രിസ്തു. അതുകൊണ്ട് ഈശോ തന്റെ പ്രഘോഷണ സമയത്ത് പറയാണ്, അനുദപിച്ച് സുശേഷം വിശ്വസിക്കുവിൻ, ഇതാ സമയം സമാഗതമായി എന്ന് ഈശോ പറയാനുള്ള കാരണം, കെയ്റോസ് എന്ന് ഈശോ വിളിച്ചു പറയാനുള്ള കാരണം സമയം സമാഗതമായി, ഇതാ സുശേഷം വിശ്വസിക്കാൻ പറയുന്നത്. ലേവ്യരുടെ പുസ്തകം 25:10 നാം കാണുന്നു, 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം, ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും, ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം, ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. കർത്താവിന് സ്വീകാര്യമായ വത്സരം നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എല്ലാം തിരികെ കൊടുക്കുന്ന, ചിലപ്പോൾ സ്ഥലം വാങ്ങിക്കൂട്ടിയവനാണെങ്കിൽ അത് ആരുടേതായിരുന്നു, ജൂബിലി വർഷത്തിൽ അത് തിരികെ കൊടുക്കുന്നു. നമുക്കറിയാം 6 ദിവസം നമ്മള് 7-ാം ദിവസം സാബത്ത് ആചരിക്കുന്നു. അങ്ങനെയുള്ള 7 വർഷങ്ങൾ ചേരുമ്പോൾ 49 വർഷം, അതിനകത്ത് 50-ാമത്തെ വർഷം ജൂബിലി ആഘോഷിക്കണമെന്ന്, ആ വർഷം എല്ലാം വിട്ടുകൊടുക്കണമെന്ന്, അന്ന് ആ വർഷം കൃഷി ചെയ്യരുത്,
അവിടെ മുളയ്ക്കുന്ന വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫലം കൊണ്ട് എല്ലാവരും ഭക്ഷിക്കണമെന്നും ആരും കൊയ്തെടുക്കരുതെന്നൊക്കെ പറയുന്ന ക്രിസ്തുവിനെ അവിടെ നമുക്ക് അല്ലെങ്കിൽ നിയമത്തിൽ നാം ദൈവത്തെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അടിമയെ സ്വതന്ത്രനാക്കി വിടുക, ആരെങ്കിലുമൊക്കെ സ്വത്ത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അത് തിരികെ കൊടുക്കുക, എല്ലാ വിധത്തിലും എല്ലാവരെയും സ്വതന്ത്രരാക്കുന്ന അവസ്ഥയാണ് ജൂബിലി എന്ന് പറയുന്ന വർഷം. അങ്ങനെ പൂർണ്ണമായും കർത്താവ് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്ന ക്രിസ്തു അങ്ങനെ അത് കുരിശിലൂടെ പൂർത്തിയാക്കുന്നതും നാം കാണുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 11-ഉം 13-ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളിയിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. ജൂബിലി ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണമെന്ന് പറയുക മാത്രമല്ല, അവന് അവകാശപ്പെട്ടത് തിരികെ കൊടുക്കണം, അവനെ അവകാശപ്പെട്ട രീതിയിൽ സ്വതന്ത്രനാക്കണം, ഓരോ അടിമയെ സ്വതന്ത്രമാക്കണമെന്ന് കൃത്യമായിട്ട് വചനം എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തു സമ്പൂർണമായിട്ട് നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായ വിമോചനം നമുക്ക് നൽകിക്കൊണ്ട് കുരിശിൽ അത് പൂർത്തീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ രക്ഷകന്റെ വരവ് എല്ലാവർക്കും പാപത്തിൽ നിന്ന് മോചനവും ദൈവിക ജീവനുള്ള പങ്കാളിത്തവും തിരികെ നൽകുന്നത് നാം സുവിശേഷങ്ങളിലൂടെ വായിച്ചു പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ക്രിസ്തു അത് നൽകുന്നത്, നമുക്ക് തിരികെ വാങ്ങി നൽകുന്നത് നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 26-ാമത്തെ വാക്യത്തില് നാം കാണുകയാണ്, അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും, യേശുവിനെ കുരിശുമരണത്തെ ഏൽപ്പിക്കപ്പെടുമ്പോൾ യേശു കുരിശുമരണം ഏറ്റെടുക്കുമ്പോൾ അതിന് സാധ്യത ഉണ്ടായിരുന്ന ബറാബാസിനെ പീലാത്തോസ് വിമോചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യഹൂദനെ വിമോചിപ്പിക്കുന്നത് അവന് തന്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അല്ലെങ്കിൽ അപ്പന്റെ പുത്രൻ എന്നുള്ളതാണ്. അപ്പോൾ അവനെ വിമോചിപ്പിക്കുന്ന തന്റെ അപ്പന്റെ പുത്രനാണ് അവനെ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ, അവന്റെ ജീവിതത്തിൽ രക്ഷ പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിനെ നാം അവിടെ കണ്ടുമുട്ടുന്നു. പിന്നെ മർക്കോസ് സുവിശേഷം 5:41 നമ്മൾ ജായറോസിന്റെ മകളെ സൗഖ്യപ്പെടുത്ത ക്രിസ്തുവിനെ കാണുന്നത്. അവൻ പറയാണ്, അവൻ അവളുടെ കൈക്ക് പിടിച്ച് ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. മരിച്ചുപോയ മരണം എന്ന് പറയുന്ന അവസ്ഥ കീഴ്പ്പെടുത്തിയ ആ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ മരണത്തെ വരെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിന് കീഴടക്കപ്പെട്ടു പോയ അതിന്റെ അടിമത്തത്തിലേക്ക് പോയ ആ കുടുംബത്തെ, അതിന്റെ വേദനയുടെ അതിന്റെ ദുഃഖത്തിന്റെ അടിമത്തിലെ ആ കുടുംബത്തെ വിമോചിപ്പിക്കുന്ന, രക്ഷ പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 11:42-44 നാം അവിടെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം, എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാട കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ പോകട്ടെ. ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ക്രിസ്തു പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. അവിടെ കൃത്യമായിട്ട് ഈശോ അവിടെ പ്രാർത്ഥിക്കുന്നതാണ്, പിതാവേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അങ്ങ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ക്രിസ്തുവോട് ഏറ്റുപറയാണ്. എന്നിട്ട് പറയാണ് ലാസറെ പുറത്ത് അവരും മരണത്തിന്, ആ കുടുംബം മുഴുവൻ ആ മരണത്തിന്റെ വേദനയിൽ അകപ്പെട്ട് അതിന്റെ അടിമത്തത്തിൽ വേദനിച്ച് ജീവിക്കുന്ന, ആ വേദനയിൽ കടന്നു പോകുന്ന ഒരു ജനമായിരുന്നു. അവരെ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ അവിടെ നാം കണ്ടുപിട്ടുന്നുണ്ട്. പിന്നെ ലൂക്കാ സുവിശേഷം 23:43 നല്ല കള്ളനെ നാം ഇവിടെ കാണുന്നുണ്ട്. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഒരിക്കലും ചിലപ്പോൾ സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ലാത്ത വ്യക്തി ആയിരുന്നിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ യേശു അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് നാം കാണുന്നത്. അവനെ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു. താൻ ഈ ഭൂമിയിൽ വന്നത് സകലർക്കും രക്ഷ നൽകാനാണ്. അവൻ ആരായിരുന്നാലും അവൻ അപ്പന്റെ മകനാണെന്നുള്ള ബോധ്യത്തോടെ അത് പകർന്നു നൽകുക. അതാണ് കർത്താവിന് അവന്റെ ജീവിതത്തിൽ, ഓരോ ലാസറിന്റെ ജീവിതത്തിലായിരുന്നാലും അല്ലെങ്കിൽ നല്ല വളരെ ജീവിതത്തിൽ കർത്താവ് സ്വീകാര്യം, അവന്റെ ജീവിതത്തിൽ സ്വീകാര്യമായിരുന്ന രക്ഷയുടെ അനുഭവം അവൻ സ്വന്തമാക്കുന്ന ആ സമയത്തെയാണ് പറയുന്നത്. അത് പകർന്നു കൊടുക്കുന്ന നാം കാണുന്നുണ്ട്. കുരിശുമരണത്തിലുള്ള പറുദീസ അങ്ങനെ ഈശോ എല്ലാവർക്കുമായിട്ട് ലോകത്തിൽ സകലർക്കുമായിട്ട് തിരിച്ചു നൽകുന്നത് നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4:20-21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പുസ്തകം അടച്ച്, നമ്മൾ ആദ്യം കണ്ടു ഈശോ പുസ്തകം തുറന്ന് വായിച്ചു, അടച്ച് ശുശ്രൂഷയെ ഏൽപ്പിച്ച ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈശോ പറയുകയാണ്, ഞാൻ ഈ 3 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇത് എന്റെ ജീവിതത്തോടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഞാനാണ് ഈ ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ, ഈ ലോകത്തിന് രക്ഷ സാധ്യമാക്കാൻ പോകുന്ന ഏക രക്ഷകൻ ഞാനാണ് എന്ന് ക്രിസ്തു വ്യക്തമായിട്ടും കൃത്യമായിട്ടും ആ ലക്ഷ്യബോധം മുന്നിൽ കണ്ടുകൊണ്ട്, കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും മഹത്വത്തെയും ആ ലക്ഷ്യബോധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ക്രിസ്തു പറയാണ്, ഞാനാണ് ലോകം മുഴുവൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷകൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു
തന്റെ രക്ഷാകര പദ്ധതി തന്റെ ജീവിതത്തിലൂടെ പറയുകയും പ്രതീകാത്മകമായിട്ട് തന്റെ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലൂടെയും ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു വെക്കുകയും കുരിശിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ആ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു.